ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി മുന്നോട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ പ്രചാരണത്തിൽ. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കർണാടകത്തിൽ. ശക്തം താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ചൈനീസ് നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്തോനേഷ്യ 7ാമത് സംയുക്ത പ്രതിരോധ സഹകരണ സമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സന്ദേശ് ഖലി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള കേസുകളിൽ CBI കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന രാജ്യമായിട്ടാണ് ഇന്ത്യയെ ലോകരാജ്യങ്ങൾ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ ആനന്ദിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 30 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ഗ്രാമീണ വീടുകളിൽ ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നത് 100% പൂർത്തീകരിച്ചു. വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് 75% പൂർത്തീകരിച്ചെന്ന് ശ്രീ മോദി പറഞ്ഞു. സംസ്ഥാനത്തെ സുരേന്ദ്രനഗറിൽ നടന്ന റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ജുനഗഡ്, ജാംനഗർ എന്നിവിടങ്ങളിലെ പ്രചാരണ യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രകടന പത്രിക സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്നതായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും രാജ്യത്ത് നിലനിൽക്കുന്നതായും അദ്ദേഹം അഹമ്മദാബാദിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആം ആദ്മി പാർട്ടി നേതാവ് സുനിത കെജ്രിവാൾ ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. ഭാവ്നഗറിൽ AAP സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. സംവരണം, ഭരണഘടന, മതം എന്നീ വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് രാജ്യരക്ഷാ മന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ബീഹാറിലെ ചപ്രയിൽ സരൻ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിച്ചു. ബറേലി, ബദായൂൺ ജില്ലകളിൽ നടന്ന റാലികളിൽ സമാജ്വാദി പാർട്ടിയെ അദ്ദേഹം കുറ്റപ്പെടുത്തി. മെയിൻപുരിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് റോഡ് ഷോ നടത്തി. ഇറ്റാ ജില്ലയിലെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. ബദായൂനിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് BJPയെ കുറ്റപ്പെടുത്തി. കർഷകർക്കൊപ്പമാണ് സമാജ്വാദി പാർട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. മെയിൻപുരിയിൽ BSP നേതാവ് മായാവതിയും തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനിടെ 6 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കും കൂടി BSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കർണാടകത്തിലെ ശിവമോഗയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംബന്ധിച്ചു. കോൺഗ്രസിനാണ് ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുകയെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംബന്ധിച്ചു. പൌരത്വ ഭേദഗതി നിയമം, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എന്നിവ പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ നാദിയ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീമതി മമതാ ബാനർജി. സ്ത്രീകൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾക്ക് വിവിധ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ തന്റെ സർക്കാർ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ റായ്ബറേലി, കൈസർഗഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. റായ്ബറേലിയിൽ നിന്നും ദിനേശ് പ്രതാപ് സിംഗ് ജനവിധി തേടും. കൈസർഗഞ്ചിൽ സിറ്റിംഗ് MP ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗ് മത്സരിക്കും. എന്നാൽ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലി, അമേഠി, കൈസർഗഞ്ച് എന്നിവിടങ്ങളിൽ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പിന് ശേഷം ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പദ്ധതികളിൽ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിനായി പരസ്യങ്ങളോ സർവേകളോ നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലി അനധികൃത ഭൂമി കയ്യേറ്റവും സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമവും ഉൾപ്പെടെയുള്ള കേസുകളിൽ CBI പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം, ജസ്റ്റിസ് ഹിരൺമയ് ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സന്ദേശ് ഖലിയിലെ ഭൂമിയുടെ രേഖകൾ നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ CBIയുമായി സഹകരിച്ചില്ലെന്ന് റിപ്പോർട്ട് നൽകുന്നതിനിടെ CBI അഭിഭാഷകൻ പരാതിപ്പെട്ടു. സന്ദേശ് ഖലിയിലെ അനധികൃത ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് 900ഓളം പരാതികൾ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും CBI അഭിഭാഷകൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഷക്സ്ഗം താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ചൈനീസ് നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. 1963 ചൈന പാകിസ്ഥാൻ അതിർത്തി കരാർ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെന്നും ഷക്സ്ഗം താഴ്വര ഇന്ത്യയുടേതാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക കരാറിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഷാർജ വാണിജ്യ വ്യവസായ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കും. ഒരു റിപ്പോർട്ട്. സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കാനും പുതിയ നിക്ഷേപ അവസരങ്ങൾക്ക് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മാസം 5 മുതൽ 10 വരെ ഷാർജ വാണിജ്യ വ്യവസായ മണ്ഡലം പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുന്നത്. ഷാർജ വാണിജ്യ വ്യവസായ മണ്ഡലം അധ്യക്ഷൻ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസിന്റെ നേതൃത്വത്തിലാണ് സംഘം എത്തുന്നത്. ഷാർജയിലെയും ഇന്ത്യയിലെയും ബിസിനസ് പ്രമുഖരുമായി മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ വെച്ച് നേരിട്ടുള്ള ചർച്ച നടക്കും. കൂടാതെ ബിസിനസ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും സംരംഭകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഷാർജയിലെ നിക്ഷേപ സൗഹൃദ നയം സംബന്ധിച്ചും ഇന്ത്യൻ സംരംഭകരെ ബോധ്യപ്പെടുത്തും. നിലവിൽ ഷാർജയിൽ 18,000-ലേറെ ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് താൽപര്യമെന്ന് ഷാർജ വാണിജ്യ വ്യവസായ മണ്ഡലം ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അമീൻ അൽ അവാദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള 7ാമത് സംയുക്ത പ്രതിരോധ സഹകരണ സമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനയും ഇന്തോനേഷ്യൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ ഡോണി എർമവാൻ തൗഫൻഡോയും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിക്കും. ശനിയാഴ്ച വരെ നീളുന്ന ഇന്ത്യ സന്ദർശനത്തിൽ ഡോണി എർമവാൻ ന്യൂഡൽഹിയിലും പൂനെയിലും ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയിലെ വിദഗ്ധരുമായി ചർച്ച നടത്തും. പകൽ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ജോലി സമയം ക്രമീകരിക്കണം. തിങ്കളാഴ്ച വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം. 11 മണി മുതൽ 3 മണിവരെ കുട്ടികൾക്കുള്ള അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ തുടർച്ചയായി അതീവ ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണം പ്രാവർത്തികമാക്കി എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് പരിശോധിക്കാൻ യോഗം ബോർഡിനോട് നിർദ്ദേശിച്ചു. ലോഡ് ഷെഡിംഗിന് പകരമുള്ള ക്രമീകരണം സംബന്ധിച്ച് KSEB പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുത്ത ശേഷം സർക്കാരിനെ അറിയിക്കും. വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ. ട്രയൽ റൺ ജൂണിൽ നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുറമുഖ നിർമ്മാണത്തിൽ വലിയ പുരോഗതിയുണ്ട്. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായതായും ക്രെയിനുകൾ പ്രവർത്തന സജ്ജമായതായും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷമാണ് മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. എയർ ഇന്ത്യയുടെ പുതിയ എയർബസ് A350-900 വിമാനം ഡൽഹി ദുബായ് റൂട്ടിൽ സർവീസ് ആരംഭിച്ചു. ഇന്ത്യയ്ക്കും ദുബായിക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ഏക A350 വിമാനമാണിത്. ഇന്നലെ മുതൽ തുടങ്ങിയ സർവീസ് ആരംഭിക്കും മുൻപ് ഇരു വിമാനത്താവളങ്ങളിലും ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 1ാമതും ഹൈദരാബാദ് 5ാം സ്ഥാനത്തുമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 118 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 9 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ-22 ആൻഡ് യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. വിവിധ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങളായ ആര്യൻ, യശോവർദ്ധൻ സിംഗ്, പ്രിയാൻഷു, സാഹിൽ എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി മുന്നോട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ പ്രചാരണത്തിൽ. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കർണാടകത്തിൽ. ഷക്സ്ഗം താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ചൈനീസ് നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യ-ഇന്തോനേഷ്യ 7ാമത് സംയുക്ത പ്രതിരോധ സഹകരണ സമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ. സന്ദേശ് കലി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള കേസുകളിൽ CBI കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.